പത്തും നിസ്സംഗയുടെ ബാറ്റിംഗ് ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ പറ്റി ഒന്നും പറയാനില്ല. ഓസ്ട്രേലിയയുടെ ബോളർമാരെ എല്ലാം തലങ്ങും വിലങ്ങും പായിച്ചു. ഒരു ബോളർമാരെ അദ്ദേഹം ബഹുമാനിക്കാതെ എല്ലാ ഓസ്ട്രേലിയൻ ബോളർമാരും പത്തും നിസ്സംഗയുടെ ബാറ്റിന്റെ ചൂടറിഞ്ഞു എന്നുള്ളതാണ് സത്യം. നമസ്കാരം. ക്രിക്കറ്റിന്റെ രാജാക്കന്മാരായി കരുതുന്ന ഓസ്ട്രേലിയ ഇന്ന് വലിയൊരു പരാജയമാണ് ശ്രീലങ്കയോട് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ശ്രീലങ്കയുടെ മണ്ണിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് ഇന്ന് ഓസ്ട്രേലിയ വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയത്. അപ്പോൾ അവർ തുടർച്ചയായി രണ്ടാമത് ഒരു പരാജയമാണ് ടൂർണമെന്റിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം അവർ സിംബാബ്വേയോട് തോറ്റു. സിംബാബ്വേയോട് തോറ്റതിന് ശേഷം അവരിന്ന് ശ്രീലങ്കയോട് വലിയ തരത്തിൽ തന്നെയാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ആ പരാജയത്തോടെ തന്നെ ഓസ്ട്രേലിയക്ക് ഈ ടൂർണമെന്റിലെ സൂപ്പർ 8ലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് തന്നെ ഇപ്പോൾ ആശങ്കയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തോൽവി വലിയൊരു തോൽവി തന്നെയാണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ തുടർച്ചയായ രണ്ടാം പരാജയത്തോടെ തന്നെ ഏകദേശം അവർ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഔദ്യോഗികമായി പുറത്തായി എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിലും ഏകദേശം പുറത്തായതുപോലെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഓസ്ട്രേലിയയുടെ അവസ്ഥ. രണ്ട് ടീമുകളും തുടക്കത്തിൽ നല്ല രീതിയിൽ കളിച്ചു. ഓസ്ട്രേലിയ നല്ലൊരു തുടക്കമാണ് അവരുടെ ടീമിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ട്രാവിസ് ഹെഡും അതുപോലെ തന്നെ ക്യാപ്റ്റൻ മിച്ചൽ മാർഷും കൂടെ നല്ലൊരു തുടക്കം നൽകി. 104 റണ്ണിന്റെ പാർട്ണർഷിപ്പ് അവർ രണ്ടുപേരും കൂട്ടിച്ചേർത്തതിന് ശേഷമാണ് പിരിഞ്ഞത്. അപ്പോൾ ആദ്യം ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റ് പോയതിനു ശേഷം പിന്നെ ഓസ്ട്രേലിയയുടെ ഓരോ ബാറ്റ്സ്മാൻമാരും കൂടാരം കയറുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അവർ മൈറ്റി ഓസീസ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ മൈറ്റി ഓസീസിന് ഇത്തരത്തിലുള്ള തുടർച്ചയായ 2 പരാജയങ്ങൾ, അതുപോലെ ലോകകപ്പിൽ പരാജയപ്പെട്ട് പുറത്തു പോകുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ക്രിക്കറ്റ് ലെജൻഡറിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ബാധിക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് അവരുടെ പ്രകടനം. അപ്പോൾ തുടക്കത്തിൽ നല്ല ഒരു ബാറ്റ്സ്മാൻമാർ നല്ല രീതിയിൽ തന്നെ ആക്രമിച്ച് കളിച്ചു. ലങ്കൻ ബൗളർമാരെ നല്ല രീതിയിൽ തന്നെ അവർ ശ്രദ്ധിച്ച് കളിച്ചു. 10 ഓവറിൽ തന്നെ ഏതാണ്ട് 104 റണ്ണ് കൊണ്ട് എത്തിക്കാൻ അവർ കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം ഒരു വിക്കറ്റ് പോയതിനു ശേഷമാണ് കൂട്ടത്തോടെ എല്ലാ വിക്കറ്റുകളും പോയി അവർ 181 എന്നുള്ള ഒരു റണ്ണിലേക്ക് ചുരുങ്ങിയത്. അപ്പോൾ അത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്. അപ്പോൾ അവർക്ക് ചേസ് ചെയ്യാവുന്ന റൺസ് ആയിരുന്നു. അപ്പോൾ ശ്രീലങ്കയുടെ ബാറ്റ്സ്മാൻമാരുടെ കാര്യമൊക്കെ നമുക്ക് അറിയാവില്ല. അപ്പോൾ അവർ അത്യാവശ്യം നല്ല ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻമാരാണ് അവർക്കുള്ളത്. അപ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 220 റൺസെങ്കിലും മിനിമം എടുക്കണമായിരുന്നു ഓസ്ട്രേലിയ. പക്ഷെ ഒരു ഘട്ടത്തിൽ അവർ 280 സ്കോർ ചെയ്യുമെന്ന് കണ്ട ഒരു മത്സരമായിരുന്നു. തുടക്കത്തിലെ ഓവറുകളിൽ പവർ പ്ലേയിലൊക്കെ അവർ നല്ല രീതിയിൽ ആക്രമിച്ചാണ് കളിച്ചത് ശ്രീലങ്കൻ ബോളേഴ്സിന്. ദുഷ്യൻ, ഹേമന്ത, വെല്ലാലഗെ തുടങ്ങിയ ബോളർമാര്, സ്പിന്നർമാര് നല്ല രീതിയിൽ തന്നെ അവർ ബോൾ ചെയ്തു. കൃത്യസമയത്ത് ഇടവേളയിൽ തന്നെ വിക്കറ്റ് എടുത്തു. ഓസ്ട്രേലിയ സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ കളിയിൽ കാണാൻ പറ്റിയത്. അപ്പോൾ അത് ഓസ്ട്രേലിയയുടെ ഒരു കുതിച്ചുകയറ്റത്തിന് അവർക്ക് തടയാൻ കഴിഞ്ഞു. വലിയൊരു സ്കോറിലേക്ക് പോവുകയായിരുന്നു. ഓസ്ട്രേലിയ പിടിച്ചു കെട്ടാൻ ശ്രീലങ്കൻ ബോളർമാർക്കായി എന്നുള്ളതാണ് നമുക്ക് അതിൽ കൂടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ശ്രീലങ്കയുടെ പാത്തും നിസ്സംഗയുടെ ബാറ്റിംഗ് ആണ്. അദ്ദേഹം നല്ല ക്ലാസ് സെഞ്ചുറിയാണ് ഇന്ന് നേടിയത്. അപ്പോൾ ഈ ടൂർണമെന്റിൽ തന്നെ ആദ്യത്തെ സെഞ്ചുറിയാണ് ഇന്ന് അദ്ദേഹം നേടിയത്. അപ്പോൾ സ്റ്റേഡിയത്തിന്റെ 4 വശത്തേക്കും ഓസ്ട്രേലിയൻ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ കൃത്യതയോടെയുള്ള ക്ലാസ് കളിയായിരുന്നു പാത്തും നിസ്സംഗയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം എളുപ്പമാക്കാൻ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ കഴിയും. അപ്പൊ എന്തായാലും ഓസ്ട്രേലിയയുടെ ഈ ടൂർണമെന്റിലെ ഭാവി അറിയണമെങ്കിൽ ഇനി സിംബാബ്വേയുടെ 2 മത്സരങ്ങളുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കണം നോക്കണം. അതിനുശേഷം ഓസ്ട്രേലിയക്ക് ഒരു കളിയുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട്